ബിനോയ് വിശ്വത്തെ ചരിത്രം പഠിപ്പിക്കാൻ SFI വളർന്നിട്ടില്ലെന്ന് ASF. SFI സ്വയം അപഹാസ്യരാകുന്നുവെന്നും വിമർശനം. ബിനോയ് വിശ്വത്തിന്റെ വിമർശനത്തോട് SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോ നടത്തിയ പ്രതികരണത്തിനെതിരെയാണ് ASF ഇപ്പോൾ രംഗത്തെത്തിയത്. ഹരികൃഷ്ണൻ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ഹരി, ഇന്ന് SFI നേതാക്കൾ നടത്തിയ അല്ലെങ്കിൽ PM ആർഷോ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ASFന് താല്പര്യമില്ലെങ്കിൽ കേരള സർവകലാശാലയിൽ അടക്കം ഇപ്പോൾ സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അപ്പോൾ അവർ ഒറ്റയ്ക്ക് മത്സരിച്ചോട്ടെ, മുന്നണി വേണ്ടല്ലോ എന്ന് പറഞ്ഞിരുന്നു. അക്കാര്യത്തെക്കുറിച്ച് ഈ വാർത്താക്കുറിപ്പിൽ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഒരു വെല്ലുവിളി എന്ന നിലയിലായിരുന്നു SFI സംസ്ഥാന സെക്രട്ടറി അത് മുന്നോട്ട് വെച്ചത്. അതിലെന്തെങ്കിലും പ്രതികരണമുണ്ടോ ഈ വിമർശനത്തിനപ്പുറത്തേക്ക്? വിജയകുമാർ, ഈ SFIക്കെതിരെ ASFI കടുത്ത നിലപാടുമായിട്ടാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് ഈ ബിനോയ് വിശ്വത്തെ ചരിത്രം പഠിപ്പിക്കാൻ SFI വളർന്നിട്ടില്ല എന്ന തരത്തിലുള്ള വിമർശനവുമായാണ് അവർ എത്തിയിട്ടുള്ളത്. അതായത് ഇന്ന് ഈ സമീപകാലത്ത് SFIക്കെതിരെ വന്നിട്ടുള്ള വിമർശനങ്ങൾ, പ്രത്യേകിച്ച് ഇന്ന് ഈ PM ആർഷോ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ASFന് അടക്കമുള്ള, അതായത് CPI ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തിയ വിമർശനങ്ങളിലടക്കം ഇതിൽ പ്രതികരണമുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിൽ ബിനോയ് വിശ്വത്തിന്റെ വിമർശനത്തിനെതിരെയാണ് വിമർശനത്തിനെതിരെ SFI ഇത്തരത്തിലൊരു വിമർശനം മുന്നോട്ട് വെക്കുന്നു, അത്തരത്തിലൊരു പരാമർശം മുന്നോട്ട് വെക്കുന്നു. അതിനെതിരെ വീണ്ടും ഈ തരത്തിൽ ASF ഇത്തരത്തിലൊരു വിമർശനവുമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. വിമർശനങ്ങളോടെ സഹിഷ്ണുതയോട് കണ്ട് തെറ്റുതിരുത്തി കലാലയങ്ങളെ അക്രമവിമുക്തമാക്കാനും ജനാധിപത്യവൽക്കരിക്കാനുമുള്ള പക്വത കാണിക്കേണ്ടതിന് പകരം പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും ASFയും താറടിച്ച് സ്വയം അപഹാസ്യരാവുക എന്നുള്ളതാണ്. SFIക്കാർ അങ്ങനെ ആവുകയാണെന്നുള്ളതാണ് ASFന്റെ കടുത്ത വിമർശനം. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഈ മുന്നണിക്കകത്ത് തന്നെ CPMലും CPIക്ക് അകത്ത് തന്നെ ഇത്തരത്തിൽ വിമർശനം ഉയരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ASF ഇത്തരത്തിലൊരു പരാമർശവുമായി മുന്നോട്ട് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. വിജയകുമാർ, ബിനോയ് വിശ്വത്തെ ചരിത്രം പഠിപ്പിക്കാൻ SFI വളർന്നിട്ടില്ല എന്നാണ് ASF വാർത്താക്കുറിപ്പിൽ അറിയിക്കുന്നത്. SFI ASF ഒരു വാക്പോര് തന്നെ ഈ വിഷയത്തിൽ നടക്കുകയാണ്. ഹരികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.